നിലവിളക്കിൻ്റെ പ്രാധാന്യം എന്താണെന്നും നിലവിളക്ക് എങ്ങനെയാണ് തെളിക്കേണ്ടതെന്നും എത്ര തിരിയാണ് നിലവിളക്കിൽ ഇടേണ്ടതെന്നും ഈ വീഡിയോയിൽ പറയുന്നു. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ നിലവിളക്ക് നിത്യവും നമ്മുടെ ഭവനങ്ങളിൽ തെളിക്കുന്നു. തിന്മയുടെ അന്ധകാരം അകറ്റി നന്മയുടെ വെളിച്ചം നിലനിർത്തണമെന്ന പ്രാർത്ഥനയോടെയാണ് നിലവിളക്ക് കൊളുത്തേണ്ടത്. ഒരു ചടങ്ങിനെന്ന പോലെ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നതിൽ കാര്യമില്ല. വിളക്ക് തെളിക്കുന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ടുവേണം, നിഷ്ഠയോടെ വേണം ഭവനത്തിൽ ദീപം തെളിക്കേണ്ടത്. നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനെയും മുകൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു. നിലവിളക്കിലെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതി ദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക്. അതിനാൽ വിളക്ക് തെളിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമാണ്. വിളക്ക് തെളിക്കുന്നതിന് മുമ്പായി വീടും പരിസരവും വൃത്തിയാക്കി സ്ഥലശുദ്ധി വരുത്തി തുളസി ഇല കൊണ്ട് വെള്ളം തളിച്ച ശേഷം വേണം വിളക്ക് തെളിക്കാൻ. വിളക്ക് കത്തിക്കുക എന്നൊരിക്കലും പറയാൻ പാടില്ല. വിളക്ക് തെളിക്കുക അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുക എന്നാണ് പറയേണ്ടത്. കത്തിക്കുക എന്ന് പറയുമ്പോൾ നശിപ്പിച്ചു കളയുക എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് പദമാണ്. അതുകൊണ്ട് കഴിവതും വിളക്ക് കൊളുത്തുക എന്ന് പറയണം. സകല ദേവതാ സങ്കല്പമായതുകൊണ്ട് തന്നെ നിലവിളക്കിൻ്റെ ചൈതന്യ സ്രോതസ്സിൻ്റെ ഭാരം ഭൂമി ദേവിക്ക് നേരിട്ട് താങ്ങാനാവാത്തതിനാൽ വെറും നിലത്ത് വിളക്ക് വയ്ക്കരുത് എന്ന് പറയപ്പെടുന്നു. പീഠത്തിനു മുകളിലോ തളികയിലോ വെച്ച് വേണം ദീപം തെളിയിക്കാൻ. നിലവിളക്കിന് മുന്നിലായി ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം, പുഷ്പങ്ങൾ, ചന്ദനത്തിരി എന്നിവ വെക്കുന്നതും ശ്രേഷ്ഠം തന്നെ. നിലവിളക്കിനുണ്ടാകുന്ന അശുദ്ധി കുടുംബത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തെ ബാധിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ ദിവസവും കഴുകി മിനുക്കിയ ശേഷം മാത്രമാകണം വിളക്ക് കൊളുത്തേണ്ടത്. കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ട് തിരികൾ കൂപ്പുകൈയുടെ രീതിയിലിട്ട് വിളക്ക് കൊളുത്തുന്നതാണ് സാധാരണയായി ചെയ്യുന്നത്. പഞ്ഞികൊണ്ടുണ്ടാക്കിയ തിരിയാണ് ഏറ്റവും ശ്രേഷ്ഠം. വിവാഹ തടസ്സം നീങ്ങാൻ ചുവന്ന തിരി നിലവിളക്കിൽ ഉപയോഗിക്കാവുന്നതാണ്. മനസ്സിൻ്റെ ദുഃഖം മാറാൻ മഞ്ഞ തിരി ഉപയോഗിച്ച് നിലവിളക്ക് കൊളുത്താവുന്നതാണ്. ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു. 2 തിരിയിട്ട ദീപം ധനലാഭം സൂചിപ്പിക്കുന്നു. 3 തിരികളും 4 തിരികളും ഇടുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. 5 തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. 5 തിരിയിട്ട ദീപത്തെ ഭദ്രദീപം എന്നും വിളിക്കുന്നു. വിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്നത് അശുഭമാണ്. വിളക്കിൽ ഉപയോഗിക്കാൻ ഏറ്റവും ഉത്തമം എള്ളെണ്ണയാണ്. നെയ്വിളക്കും അതിവിശേഷമാണ്. രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് വേണം തിരി തെളിക്കാൻ. ഇങ്ങനെ ചെയ്താൽ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. വൈകിട്ട് പടിഞ്ഞാറ് ദിക്ക് നോക്കി വേണം നിലവിളക്ക് തെളിക്കാൻ. ഇങ്ങനെ ചെയ്താൽ കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതാണ്. വടക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കൊളുത്തിയാൽ സമ്പത്ത് വർധനവുണ്ടാകും. തെക്ക് ദിക്ക് നോക്കി ഒരിക്കലും നിലവിളക്ക് തെളിക്കരുത്. സൂര്യോദയത്തിനും അസ്തമയത്തിനും 5 മിനിറ്റ് മുമ്പേ നിലവിളക്ക് തെളിക്കണം. നിലവിളക്ക് തെളിക്കുന്നതിലൂടെ പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനെ വാങ്ങുക എന്ന സങ്കല്പവും ഉണ്ട്. അതിനാൽ 2 സമയങ്ങളിലും തിരി കൊളുത്തുന്നതിലും ശ്രദ്ധിക്കണം. പ്രഭാതത്തിൽ ഉദയസൂര്യനെ നമിക്കുന്നതിനായി കിഴക്കു ഭാഗത്തെ തിരിയും സായാഹ്നത്തിൽ അസ്തമയ സൂര്യനെ വണങ്ങി പടിഞ്ഞാറ് ദിക്കിലേക്കുള്ള തിരിയുമാണ് ആദ്യം കൊളുത്തേണ്ടത്. പിൻവശത്തെ വാതിൽ അടച്ച് മുൻവശത്തെ വാതിൽ തുറന്നു വെച്ച് വേണം വിളക്ക് കൊളുത്തേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ തീപ്പെട്ടി ഉപയോഗിച്ച് വിളക്കിലേക്ക് നേരിട്ട് കൊളുത്തുകയല്ല വേണ്ടത്. ആദ്യം ഒരു മൺചിരാതിലേക്കോ കൊടിവിളക്കിലേക്കോ ദീപം തെളിയിച്ച ശേഷം അതിൽ നിന്നാണ് നിലവിളക്കിലേക്ക് കൊളുത്തേണ്ടത്. സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നതിൽ കുറച്ച് ശാസ്ത്രീയ വശങ്ങൾ കൂടിയുണ്ട്. പകലും രാത്രിയും തമ്മിലുള്ള സന്ധ്യകളിൽ രോഗാണുക്കൾ കൂടിയിരിക്കാൻ സാധ്യതയുണ്ട്. എള്ളെണ്ണ ഉപയോഗിച്ച് ദീപം തെളിക്കുമ്പോൾ അതിഭയങ്കരമായ ഒരു ഊർജ്ജ പ്രവാഹം അവിടെ ഉണ്ടാവുകയും ഈ അണുക്കളെ നശിപ്പിക്കാൻ പവർഫുള്ളായ ഒരു ഊർജം ആ ഭാഗത്ത് ഉണ്ടാവുന്നതായും വിശ്വസിക്കപ്പെടുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ശനിദശാകാലമുള്ളവർ മാനസിക പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും മാറാൻ എള്ളുതിരി കൊളുത്തണം എന്ന് പറയുന്നത്. അവർക്ക് ഊർജ്ജപ്രവാഹത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ദീപം തെളിക്കാൻ പറയുന്നത്. വിളക്ക് തിരി ഇടുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് വേണം തിരിയിടാൻ. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, കിഴക്ക് 5 തിരിയിടുമ്പോൾ ഇങ്ങനെ വേണം, ക്ലോക്ക് വൈസുമായിട്ട് വേണം തിരിയിടാൻ. ഒരിക്കലും നിലവിളക്കിന് തുടർച്ചയായി കരിന്തിരി കത്താൻ അനുവദിക്കാതിരിക്കുക.
ഇത് വീടുകളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. അതുപോലെ തന്നെ വീട്ടിൽ കലഹം, രോഗം എന്നിവ ഉണ്ടാവുകയും ചെയ്യും. വല്ലപ്പോഴും അബദ്ധം പറ്റി ഇതുപോലെ കരിന്തിരി കത്തുകയാണെങ്കിൽ 3 തവണ ഓം നമോ നാരായണായ എന്ന് ചൊല്ലിയ ശേഷം വിളക്ക് കഴുകി വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിളക്ക് അണയ്ക്കുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട്. ഒരിക്കലും വായ കൊണ്ട് ഊതിക്കെടുത്താനോ തല്ലിക്കെടുത്താനോ ശ്രമിക്കാതിരിക്കുക. പുഷ്പം ഉപയോഗിച്ച് വേണം വിളക്ക് അണയ്ക്കാൻ. നിലവിളക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഒരു സാധാരണ കുടുംബത്ത് വിളക്ക് വെക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും സർവൈശ്വര്യം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.